ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തൊരു റെക്കമെൻഡഡ് വീഡിയോ ആണ്. ഫീഡ് ചെയ്യുന്ന മദേഴ്സ് ഡയറ്റ് ചെയ്യാൻ പറ്റുമോ, എങ്ങനത്തെ ഡയറ്റിംഗ് ഫോളോ ചെയ്യാം, ഞാൻ ഫീഡ് ചെയ്തിരുന്ന സമയത്ത് എങ്ങനെയാണ് ഡയറ്റ് ഫോളോ ചെയ്തിരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എനിക്കൊരു കുട്ടി കമൻറ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിന്ന് അതിനെക്കുറിച്ചിട്ട് നോക്കാം. അപ്പം ഞാൻ ഡെലിവറി കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഡയറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്. 3 മാസമൊക്കെ ആയപ്പോൾ ഞാൻ ഫീഡിങ് സ്റ്റോപ്പ് ചെയ്ത്, എനിക്ക് ഫീഡ് കുറവായിരുന്നത് കൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്ത്. എൻ്റെ വീട്ടിൽ ഒരുപാട് സ്ത്രീകൾക്ക് അങ്ങനെയാണ്, ഫീഡ് ഭയങ്കര കുറവാണ്. എനിക്ക് ഡെലിവറിക്ക് ശേഷമുള്ള എൻ്റെ ബോഡിയുടെ റിക്കവറിയും കൂടെ ഓർത്തിട്ടാണ് ഇങ്ങനൊരു ഡയറ്റിംഗ് ഫോളോ ചെയ്തിരുന്നത്. ഇത് എല്ലാ ഫീഡിങ് മദേഴ്സിനും, ഡെലിവറി കഴിഞ്ഞ് ഫീഡ് ചെയ്യാത്ത എല്ലാവർക്കും ഇത് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്ത് തന്നെ ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേയും നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനോട് ഒന്ന് ചോദിക്കണം, ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് വേണം ഫോളോ ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ എൻ്റെ ഡയറ്റിങ്ങിൽ എന്തൊക്കെ ഫുഡാണ് കഴിച്ചത്, എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ പറയാം. ഫീഡ് ചെയ്യുന്ന സമയത്ത് ഈ മദറിന് ഭയങ്കര വിശപ്പായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് വാരി വലിച്ച് നമ്മൾ കഴിക്കും. സോ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 3 നേരം കഴിക്കുന്നത് മാറ്റിയിട്ട് 5ഉം 6ഉം സമയമായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. കഴിക്കുന്നത് ഓരോന്നും കുറച്ചായിട്ട് 6 നേരമൊക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഈ വാരി വലിച്ച് കഴിക്കില്ല. ഞാൻ ആദ്യം ചെയ്തത് എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ്. കുറച്ചായിട്ട് പല സമയമായിട്ട് കഴിക്കാനായിട്ട് തുടങ്ങി. ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മൾ പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കണം. ഏറ്റവും കൂടുതൽ നമ്മളെ പ്ലേറ്റിൽ ഉണ്ടാവേണ്ടത് പ്രോട്ടീനാണ്. അത് മുട്ടയാകാം, ചിക്കൻ ആകാം, പനീറാകാം, പിന്നെ തൈര്, പാല്, ഡാൽ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒത്തിരി പ്രോട്ടീൻ ഉണ്ട്. അപ്പൊ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. ഇനി അതല്ല ഒരു സ്നാക്ക് ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീക്ക് യോഗട്ട് കഴിക്കാം, അതിനകത്ത് ഫ്രൂട്ട്സ് ഇട്ടിട്ട് കഴിക്കാം, അതും അല്ലെങ്കിൽ കടല കഴിക്കാം. സോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇനി അതിനെക്കുറിച്ച് ഒരുപാട് അറിയണമെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റിൽ നോക്കിയാൽ അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ കിട്ടും, ഏതൊക്കെ ഫുഡിൽ പ്രോട്ടീൻ ഒരുപാട് ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ അത് നോക്കിയിട്ട് കഴിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ കഴിക്കുന്ന ഏതെങ്കിലും ഒരു സമയം ഫ്രൂട്ട്സ് നല്ല രീതിക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കണം. 1-2 ടൈമൊക്കെ നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം ഒരു ദിവസത്തിൽ. ഈ ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് സ്വീറ്റ്സ് കഴിക്കണം എന്നുള്ള ക്രേവിങ്ങും കുറഞ്ഞു കിട്ടും. എങ്കിൽ ഇതിലുള്ള വൈറ്റമിൻസ് നമ്മുടെ ബോഡിക്ക് ഒരുപാട് നല്ലതാണ്. അതും ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ വളരെ നല്ലതാണ്. പലർക്കും വരുന്നൊരു സംശയമുണ്ട്, ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രൂട്ട്സ് കഴിക്കാവോ, അതിലൊത്തിരി മധുരമൊക്കെ ഇല്ലേ എന്ന് പറയും. ഫ്രൂട്ട്സിലുള്ള മധുരം നാച്ചുറൽ ഷുഗർ ആണ്, നമ്മുടെ ബോഡി അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. പിന്നെ ഭയങ്കര ഷുഗർ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, ഈ ഡേറ്റ്സ്, മാംഗോ ഒക്കെ ഒത്തിരി കഴിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. കഴിച്ചാലും പ്രശ്നമില്ല, എങ്കിലും അവോയ്ഡ് ചെയ്താൽ നല്ലത്. പിന്നെ ഒത്തിരി വെജിറ്റബിൾസ് കഴിക്കണം. വെജിറ്റബിൾസിനകത്തുനിന്ന് നമുക്ക് ഫൈബർ കിട്ടും, ഒരുപാട് ന്യൂട്രിയൻസ് കിട്ടും. ഒരു ഫുൾ ബൗൾ ഓഫ് വെജിറ്റബിൾസിന്റെ കാലറി വളരെ കുറവായിരിക്കും. അതേസമയം ജങ്ക് ഫുഡ്സ് ആ ഒരു ബൗൾ നിറച്ച് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര കൂടുതൽ കാലറി നമ്മുടെ ബോഡിക്കുള്ളിൽ പോകും. അപ്പോൾ വെജിറ്റബിൾസ് നമുക്ക് ഒത്തിരി കഴിക്കാനായിട്ട് പറ്റും, എങ്കിൽ അതിൽ കാലറീസ് വളരെ കുറവാണ്. പിന്നെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഫാറ്റ് എന്ന് പറയുന്നത് നട്ട്സ്, സീഡ്സ്, നെയ്യ് കുറച്ച് കഴിക്കാം. നെയ്യ് എന്തെങ്കിലും കഴിക്കുന്നതിനിടയ്ക്ക് അതിനകത്ത് ചേർത്തിട്ടൊക്കെ കഴിക്കാം. ഈ ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം കൂടെ ഒരു ദിവസം കൊണ്ട് അങ്ങ് ഭയങ്കരമായിട്ട് ഇതൊക്കെ കഴിക്കണം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് അതൊന്നും പറ്റത്തില്ല. ഒന്നാമത് നമ്മൾ ആ റിക്കവറി സ്റ്റേജിലായിരിക്കും, പോസ്റ്റ്മോർട്ടം ഇഷ്യൂസ് ഒക്കെ ഒരുപാട് ഉണ്ടാവും. അതിൻ്റെ കൂടെ ഈ ഡയറ്റൊക്കെ ഭയങ്കരമായിട്ട് ഒരു ദിവസം കൊണ്ടൊന്നും സ്റ്റാർട്ട് ചെയ്യണ്ട. ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ ദിവസം ഒരു മീൽ മാത്രം ചേഞ്ച് ചെയ്തു, ബാക്കിയൊക്കെ എനിക്ക് നോർമലി കഴിക്കുന്ന രീതിക്ക് ഞാൻ കഴിച്ചു. അങ്ങനെ ഒരുപാട് വെജിറ്റബിൾസ് കഴിക്കുന്നുണ്ടോ, ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടോ എന്നൊന്നും ആദ്യത്തെ ദിവസം ഒന്നും ശ്രദ്ധിച്ചില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് 2 മീല് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ പതുക്കെയാണ് ആ ട്രാക്കിൽ എത്തിയത്. അതുപോലെ നിങ്ങളും വളരെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇനി എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് പറയാം. ഇതിലാണ് നമ്മൾ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. എന്ത് കഴിക്കുന്നു എന്നുള്ളതിനേക്കാളും എന്ത് കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യം മറന്നു പോയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിസൾട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഷുഗറി ആയിട്ടുള്ള ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. അത് നിങ്ങൾക്കും നല്ലതാണ്, ആ കുട്ടിക്കും നല്ലതാണ്. ഷുഗർ ചേർന്നിട്ടുള്ള ഐറ്റംസ് അതിനി എന്ത് തന്നെയാണേലും ശരി, വീട്ടിൽ പഞ്ചസാര ഇട്ട് ചായ കുടിക്കുന്നതാണേലും ശരി, അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി കംപ്ലീറ്റ് ഷുഗർ സ്റ്റോപ്പ് ചെയ്താൽ ബോധം കെട്ടി വീഴില്ലേ എന്നൊക്കെ പലർക്ക് സംശയമുണ്ട്. ഈ ഫ്രൂട്ട്സിനകത്തും വെജിറ്റബിൾസിനകത്തും മിൽക്കിനകത്ത് പിന്നെ ഈ കഴിക്കുന്ന ചോറിലൊക്കെ ഒത്തിരി ഉണ്ട് കാർബ്. ആ കാർബാണ് നമ്മുടെ ബോഡി ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഷുഗർ കുറഞ്ഞു പോയി തലകറക്കമൊന്നും വരത്തില്ല. പഞ്ചസാരയും പിന്നെ ഈ ബ്രൗൺ ഷുഗറും വൈറ്റ് ഷുഗറും ഏതാണ്ട് ഒരുപോലെയാണ്. ഇതൊക്കെ തന്നെ അവോയ്ഡ് ചെയ്യണം. തേന്, ഇതെല്ലാം തന്നെ അവോയ്ഡ് ചെയ്ത് നിർത്തുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് വെയിറ്റിൽ ഉണ്ടാകും. അതുപോലെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പാക്ഡ് പ്രോസസ്ഡ് ഫുഡ്സ്. ഈ ലേസ്, ചീറ്റോസ്, അതുപോലത്തെ സാധനങ്ങൾ, ബിസ്ക്കറ്റ്സ്, പിന്നെ കേക്ക്, ഈ ബേക്കറി കിട്ടുന്ന എല്ലാം, കേക്ക്സ്,
അങ്ങനെയുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ റിസൾട്ട് എന്ന് പറയുന്നത് അടിപൊളിയാണ്. അത് മനസ്സിൽ വിചാരിച്ചിട്ടെങ്കിൽ നമുക്കിത് ഫോളോ ചെയ്ത് നോക്കാം. പിന്നെ വറുത്ത് പൊരിച്ച സാധനങ്ങളും മൈദയിൽ ഉണ്ടാക്കിയ സാധനങ്ങളും കൂടെ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും. മൈദയും ഈ വറുത്ത് പൊരിച്ചതിലുള്ള എണ്ണയൊക്കെ കൂടെ ആകുമ്പോൾ നമ്മളുടെ ഡയറ്റിനെ അത് ഉറപ്പായിട്ട് ബാധിക്കും. പിന്നെ കുട്ടിക്ക് കിട്ടുന്ന പാലിനെയും അത് ബാധിക്കും. ഇനി പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഗ്രീൻ ടീ കുടിക്കാമോ? ഫീഡ് ചെയ്യുന്ന മദേഴ്സിന് അത് ഓക്കെ ആണോ എന്ന് ചോദിക്കാറുണ്ട്. ഗ്രീൻ ടീ, ജീരക വെള്ളമൊക്കെ കുടിക്കാം, പക്ഷെ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ട് കുടിക്കാൻ പാടില്ല. അതുപോലെ 1 കപ്പ് ഗ്രീൻ ടീയിൽ കൂടുതൽ കുടിക്കുകയും വേണ്ട. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ചിലർ 2 കപ്പൊക്കെ കുടിക്കാൻ കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട്, പക്ഷെ 1 കപ്പിൽ നിർത്തുന്നതാണ് ബെറ്റർ. നിങ്ങൾ കുട്ടിക്ക് ഫീഡ് ചെയ്യുന്നതല്ലേ, അപ്പൊ നമുക്കതൊരു ലിമിറ്റിൽ നിർത്താം. പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഫീഡിങ് മദേഴ്സിന് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ചെയ്യാൻ പാടില്ല. കാര്യം അത് മിൽക്കിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും എഫക്ട് ചെയ്യും. നിങ്ങൾക്ക് ടയേർഡ്നെസ് ഉണ്ടാകും, നിങ്ങൾക്ക് ഭയങ്കര അമിതമായിട്ടുള്ള വിശപ്പ് ഉണ്ടാകും. അപ്പൊ നിങ്ങൾ വാരി വലിച്ച് കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല അത് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ബോഡി റിക്കവർ ആകുന്ന ഒരു സ്റ്റേജാണ്. ഈ ഒരു സമയത്ത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഒന്നും ഒട്ടും തന്നെ ഫോളോ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചോറൊക്കെ അവോയ്ഡ് ചെയ്ത്, കംപ്ലീറ്റ് ഈ കാർബുള്ള സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് ലോ കാർബ് ഡയറ്റ് ഫോളോ ചെയ്യുന്നതൊന്നും പാടില്ല. അത് ഈ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നിങ്ങളുടെ ബോഡിയെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും, മിൽക്കിന്റെ സപ്ലൈയും കുറയ്ക്കും. അതുകൊണ്ട് ചോറൊക്കെ നിങ്ങൾക്ക് കഴിക്കാം, പക്ഷെ ചോറ് കുറച്ചും അതിന് കൂടുള്ള ആ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഒത്തിരി എടുത്തിട്ട് കഴിക്കാനായിട്ട് നോക്കണം. പല ഫീഡിങ് മദേഴ്സിനും ഭയങ്കര ദാഹം ഉണ്ടാവും. അപ്പൊ ഈ ദാഹവും വിശപ്പും തമ്മിൽ ഇവർ കൺഫ്യൂസ് ചെയ്യും. ദാഹിക്കുന്ന സമയത്തും വിശക്കാണെന്ന് വിചാരിച്ചിട്ട് വലിച്ചു വാരിയിട്ട് കഴിക്കുന്നവരുണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യുക. ആദ്യം വെള്ളം കുടിച്ചു നോക്കണം. വെള്ളം കുടിച്ചിട്ടും വിശക്കുന്നു എന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാം. അപ്പൊ കേൾക്കുമ്പോൾ ഇതൊന്നും വർക്കൗട്ട് ആകത്തില്ല എന്ന് തോന്നിയാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും വെയിറ്റിൽ ഡിഫറൻസ് ഉണ്ടാകും. എങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ഫീഡ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തുമില്ല. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഒരു 3 മാസം കഴിഞ്ഞ് വർക്കൗട്ടൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷെ ഒരു ഡോക്ടറോട് ഞാൻ ചെയ്തോട്ടെ എന്നൊരു അഡ്വൈസ് ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യണം. ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ളത് മറക്കാതെ കമന്റ് ബോക്സിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.